വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഇന്നെൻ്റെ മുൻപിലുള്ളത്. മറ്റാരുമല്ല, റിനി ആൻഡ് ജോർജ്. നമസ്കാരം. നമസ്കാരം. ഇതെങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് എങ്ങനെയാണ് ഒരു 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 ബന്ധത്തിലേക്ക് വരുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്താണെങ്കിലും വലിയ രീതിയിൽ അത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയമായിരിക്കുമല്ലോ. അതെന്താണെങ്കിലും ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ. കുറച്ചും കൂടി ഒറ്റ ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ പറ്റും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു മോശമായിട്ടുള്ള രീതിയിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ പേരൊന്നും പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറായില്ല. പറഞ്ഞില്ല. കാരണം അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന് മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അതിജീവിതയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് എക്സ്പോസ് ചെയ്യും എന്ന് പറയുന്നത് അതാണ്. എക്സ്പോസ് ചെയ്യപ്പെടും ഉണ്ടാവാം. അപ്പോൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കണ്ടതിന്റെ അപ്പുറം എക്സ്പോസ്ഡ് ആവാൻ പോകുന്നു എന്നാണ്. അതിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. കാരണം അന്നേ തന്നെ എന്റെ മനസ്സിൽ കയറി കൂടിയ ഒരാള്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈവൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഹീസ് എ ഹീറോ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊന്നും ചിലർക്ക് ഇങ്ങനെ രസം. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ അങ്ങനെ കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇഷ്ടം. പിന്നെ ഹീസ് എ ജെന്റിൽമാൻ. എനിക്ക് അറിയില്ല, ആ ചെറിയ പ്രായത്തിൽ പോലും ഐ ഫീൽ സംതിങ് കണക്റ്റഡ് വിത്ത്. എനിക്ക് എന്തോ ഒരു മുൻപരിചയം ഉള്ളതുപോലെ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചിരി ഓർത്തിരിക്കുന്നുണ്ട്. വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഇന്നെൻ്റെ മുൻപിലുള്ളത്. മറ്റാരുമല്ല, റിനി ആൻഡ് ജോർജ്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? വളരെ നന്നായി പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. പുതിയ പ്രൊജക്ടുകൾ കാര്യങ്ങളൊക്കെ ഓണായോ? ഇല്ല, പുതിയ പ്രോജക്റ്റുകളൊന്നും ഫിക്സ് ആയിട്ടില്ല. ഡിസ്കഷൻസ് ഉണ്ട്, സ്റ്റാർട്ട് ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പിന്നീട് നമുക്ക് സംസാരിച്ച് പോവാം. നമുക്ക് ഒരു പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ തന്നെ തുടങ്ങാം. എന്തായാലും സമകാലീന രാഷ്ട്രീയ സാംസ്കാരിക എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, റിനിയുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണ് നമ്മൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിനി എവിടെ ജനിച്ചു? എന്താണ് റിനിയുടെ തുടക്കം? ഞാൻ ജനിച്ചത് ആലുവയിലാണ്. എൻ്റെ സ്ഥലം പറവൂരാണ്. ജനിച്ചത് ആലുവയിലാണ്. അങ്ങനെയാണ്. അപ്പം ബി ഡി സാറുമായിട്ടൊരു കണക്ഷൻ? എനിക്കൊന്ന് വോട്ടറാണ്. അതെ, ഞാൻ വി ഡി സതീശൻ സാറിന്റെ മണ്ഡലത്തിലെ വോട്ടറാണ്. അങ്ങനെ മാത്രമല്ല കണക്ഷൻ, അല്ലാതെ ഫാമിലി ആയിട്ട് തന്നെ കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് വി ഡി സാറുമായിട്ടൊരു കണക്ഷൻ ആകുന്നത്? എങ്ങനെയാണ്? അതായത് നമ്മുടെ മണ്ഡലത്തിൽ തന്നെയുള്ള MLA ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല രീതിയിൽ കണക്റ്റഡ് ആവുമല്ലോ. പിന്നെ അതൊരു ഫാമിലി എന്നുള്ള രീതിയിൽ പരിചയമുണ്ട്. പിന്നെ അതൊരു കുറച്ചും കൂടി ഒരു വളരെ അടുത്തൊരു ആത്മബന്ധം എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അടുത്തൊരു ക്ലോസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണോ ഇത്രയും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ആകുന്നത്, അതോ അതിന് മുമ്പേ തന്നെ? എങ്ങനെയാണ് ആദ്യമായിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി MLA ആദ്യമായിട്ട് കാണുന്ന? ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ 5ഓ 6ഓ വയസ്സിലാണ്. അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ മദറും കൂടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ എനിക്ക് 2 മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് എന്തോ ഇലക്ഷൻ ടൈം എന്തോ ആയിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ വോട്ട് ചോദിക്കാൻ എന്തോ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ അന്ന് ചിരിച്ച് ആ കടയിലുള്ള ചേച്ചിയോടും എൻ്റെ മദറിനോടും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ നിന്നിട്ട് ഒരു അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. എനിക്കറിയില്ല, ആ ചെറിയ പ്രായത്തിൽ പോലും ഐ ഫീൽ സംതിങ് കണക്റ്റഡ് വിത്ത്. എനിക്ക് എന്തോ ഒരു മുൻപരിചയം ഉള്ളതുപോലെ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചിരി ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ മദറിന്റെ ചുരിദാറിലിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ചോദിച്ചു, അങ്കിളാരാ ചോദിച്ചു. പറഞ്ഞു, മോളെ ഏതോ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞു. അന്ന് മദറിനും അറിയില്ല. ചോദിക്കുന്നത് ഇത് 2001 ആദ്യമായിട്ട് പറവൂരിന്റെ MLA, അല്ല 96 തോന്നുന്നു, അല്ല 2000. അപ്പോ ഇത് 2000 മുമ്പുള്ള കഥയാ? അതെ. ആ സമയത്ത് 31 വയസ്സുണ്ടെന്ന്? ഇല്ല, അങ്ങനെയല്ല. 2000 ആ സമയത്താണ് കാണുന്നത്. 2000 ഇലക്ഷൻ നടക്കുന്നത്. ആ സമയത്താണ് ഞാൻ ചെറിയ കുട്ടി, വളരെ ചെറിയ കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു 3, 4, 5 ആ ഒരു ഏജിൽ എന്തോ ആണ് എൻ്റെ ഏജ് വരുന്നത്. പക്ഷെ എനിക്ക്
അത് സ്റ്റിൽ ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം അന്നേ തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയ ഒരാളാണ്, എൻ്റെ മനസ്സിലുള്ള ഒരാളാണ്. പിന്നീട് വളർന്നു വലുതായപ്പോഴും ഓരോരോ പരിപാടികളിൽ ഇങ്ങനെ കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. പിന്നീട് എപ്പോഴും അങ്ങനെ വലിയൊരു അടുപ്പത്തിലേക്ക് വന്നു. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് അടുത്തത്. അല്ല, ഞാൻ ചോദിക്കുന്ന അച്ഛൻ എന്തായിരുന്നു ചെയ്യുന്നത്? നമുക്ക് അതിലേക്ക് കടന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അച്ഛൻ എന്താ ചെയ്യുന്നത്? ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു തലതൊട്ടപ്പനാ. എന്താ, എവിടെയാ വർക്ക് ചെയ്യുന്നത്? എന്റെ ഫാദർ കേരള കൗമുദിയിലായിരുന്നു. അതിനുശേഷം ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പത്രത്തിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയി. അമ്മ എന്താ ചെയ്യുന്നത്? എന്റെ മമ്മി സൈക്കോളജിസ്റ്റ് ആണ്. കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് ആണ്. എന്റെ മമ്മിയുടെ PhD വിഷയം തന്നെ സൈക്കോളജി ഓഫ് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. അതൊരു കോൺഫിഡൻസ് ആണല്ലോ. അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്താ മമ്മിക്ക് അങ്ങനെ ഈ പൊളിറ്റീഷ്യന്മാരെയൊക്കെ ഈ ഇത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അതിനൊക്കെ വേണ്ടി എന്തെങ്കിലും സൈക്കോളജി ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? കൗൺസിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, പൊളിറ്റീഷ്യൻസിനെ കൗൺസിൽ ചെയ്തിട്ടില്ല. പക്ഷെ PhD ആ വിഷയം പൊളിറ്റീഷ്യൻസിന്റെ ആയതുകൊണ്ട് പല പൊളിറ്റീഷ്യൻസിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ സൈക്കോളജി പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അങ്ങനെ ആരെയാണ് കണ്ടിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ആരാ കണ്ടിട്ടുള്ളത്? അത് എന്റെ മമ്മി അങ്ങനെ പല അല്ല എങ്കിൽ പോലും അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ, ഒരു ജിജ്ഞാസ കൂടി എനിക്കിത് കേട്ടപ്പം. അല്ല, ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്, അതായത് സൈക്കോളജിയിൽ തന്നെ ഇങ്ങനെ വിഷയാധിഷ്ഠിതമായിട്ട് പഠിക്കാം, PhD ചെയ്യാം അല്ലേ? ഡോക്ടറേറ്റ് ആയി. ആ ഒരു PhD പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, അത് നമ്മൾ ഇങ്ങനെ പൊളിറ്റീഷ്യൻസിന്റെ ആ വിഷയമായിരുന്നു. അമ്മ സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ? പൊളിറ്റീഷ്യൻസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് നേരത്തെ തന്നെ ചെറുപ്പത്തിലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഓരോരുത്തരോട് സംസാരിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അല്ല, അറിയാനൊരു ആഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർക്കും കാണും. കാരണം ഇത് വ്യത്യസ്തമായിട്ടൊരു ചർച്ചയാണ്. കാരണം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മകൾ ഇരുന്ന് അമ്മയുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിനകത്ത് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കാണും. അല്ല, പൊളിറ്റീഷ്യൻസ് നോർമലി ചിലർ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, ചിലർ ചെറുതായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നവരുണ്ട്. ആ രീതിയിലൊക്കെ അതിലേക്ക് നമ്മൾ വരുന്നുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം. അല്ലാതെ വിശദമായി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ PhD പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പർ കൊടുത്തിട്ട് ഇങ്ങനെ സൈൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന് അങ്ങനെ മീറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ പൊളിറ്റീഷ്യൻസിന്റെ മാനസികാവസ്ഥ പഠിക്കാനെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, കൂടുതൽ അവരെ അടുത്തറിയാനുള്ള സാഹചര്യങ്ങളില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട് അവരോട് ചില ക്വസ്റ്റ്യൻസ്. അമ്മ എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും കാണാൻ പോയതിന്റെ? ഇല്ല, പേരെടുത്ത് പറയണ്ട എങ്കിൽ പോലും. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലര് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെ പോലെ ചിലര് വളരെ നല്ല ആൾക്കാരുണ്ട്. അതിപ്പോ എന്റെ അനുഭവത്തിലും അങ്ങനെയാണ്, വളരെ നല്ല ആളുകളും ഉണ്ട്. അല്ല, അമ്മയുടെ അടുത്തും ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ഒക്കെ പെരുമാറുന്നത്? അങ്ങനെ ഭയങ്കര ഫ്ലേർട്ടിങ് എന്നുള്ളതല്ല. എല്ലാവരും ഒരേ ലെവലിലായിരിക്കില്ലല്ലോ സംസാരിക്കുന്നത്. ചിലര് ചിലപ്പോ ആ ഒരു രീതിയിൽ, അതായത് ഭയങ്കര അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചിലർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ വലിയ സ്നേഹം കൂടുതൽ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ, അല്ലാതെ അഭിനയം അങ്ങനെ. അപ്പോ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചതൊക്കെ. ആദ്യം തിരുവനന്തപുരമായിരുന്നു. അപ്പൊ എന്റെ ഏറ്റവും ചെറിയ കാലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നു. ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്, ഞാൻ പറവൂരിലേക്ക് വരുന്നത് 2000-ലാണ്. അതായത് VD സതീശൻ സാറ് MLA ആവുന്ന വർഷമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടുതൽ കമ്പനി ആയതിനു ശേഷമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത്. അതെങ്ങനെയാണ്? അത് ഞാൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. അത് VD സാർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പല തവണയും പല സമയത്തും കിട്ടേണ്ട അവസരങ്ങളിൽ നിന്നും ചവിട്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയെന്ന് ഒരു കേരള രാഷ്ട്രീയം നല്ല രീതിയിൽ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം 2014 മന്ത്രിസ്ഥാനം കിട്ടേണ്ടതായിരുന്നു, തഴഞ്ഞു. അതിനുശേഷം 2016 അദ്ദേഹത്തിന് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് വരെ പരിഗണിച്ചിട്ട് അദ്ദേഹത്തെ അവസാന നിമിഷം തഴഞ്ഞു. അവസാനം ഭാഗ്യമോ നിർഭാഗ്യവശാൽ ഒരു വ്യക്തിയുടെ നിർഭാഗ്യം, ചെന്നിത്തല സാറിൻ്റെ നിർഭാഗ്യം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി മാറി, പ്രതിപക്ഷ നേതാവായി. എങ്ങനെയാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട ഒരു കഥ പറഞ്ഞു, അതിനുശേഷം ഇദ്ദേഹമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ MLA എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറവൂര് നമുക്ക് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു അടുപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ പറവൂരൊക്കെ വലിയൊരു ഇതായിരുന്നു, അദ്ദേഹം മന്ത്രിയാവും, അപ്പൊ നമ്മുടെ MLA മന്ത്രിയാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാനിങ്ങനെ ചെറുതിലെ TV ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അവസാനം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരുണ്ടായില്ല. സത്യം പറഞ്ഞ ഈ പേരില്ലാതെ വന്നപ്പോൾ തോന്നിയ ഒരു സിമ്പത്തറ്റിക് ഒരു സ്നേഹം ഉണ്ടല്ലോ, അതാണ് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര. ആ സമയത്ത് എനിക്ക് ഓർക്കുന്നുണ്ട്, എൻ്റെയും ചെറുപ്പകാലം, എനിക്കൊരു 12 വയസ്സൊക്കെ ഉള്ള സമയം അത്. അപ്പോൾ ഞാനും ഓർക്കുന്നുണ്ട് പുള്ളി ഞാൻ ആ സമയം തൊട്ടേ രാഷ്ട്രീയം കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ഞാൻ SFI ആയിരുന്നു, അതിനുശേഷം ഞാൻ കോൺഗ്രസിലേക്ക് മാറി. ഇപ്പോൾ കോൺഗ്രസ്സുകാരായിട്ട് ഇങ്ങനെ പോകുന്നൊരു രാഷ്ട്രീയ ചുറ്റുപാടാണ് നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സാർ നല്ലൊരു, കാരണം ഓരോ തവണയും ഭൂരിപക്ഷം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ, പുള്ളിയുടെ ഒരു നല്ല നിലപാടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം പുള്ളി തഴയപ്പെട്ടു. അപ്പൊ ഈ തഴയപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ചെറുപ്പത്തിലേ കണ്ടപ്പോ എന്തോ ഒരു സ്ട്രൈക്കിംഗ് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നെ അത് ഓർത്തിരിക്കുന്നില്ല, എന്തോ ഒരു നമ്മള് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ആരാണ്, ആ ഒരു ചിരിയും അതെന്നെ എന്തോ ആകർഷിച്ചിട്ടുണ്ട് വളരെ കൊച്ചിലെ തന്നെ. പിന്നീട് ഈ ഒരു സംഭവമാണ് എനിക്കൊരു ഇഷ്ടം തോന്നുന്നത്. പിന്നെ ഓരോ പരിപാടികളിൽ വെച്ച് കാണും, ഇവിടുത്തെ MLA അത്രേ ഉള്ളൂ. പക്ഷെ ഇത് എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അയ്യോ പാവം അങ്ങനത്തെ ഒരു സ്നേഹം വരാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തോ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുന്നതാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ അതുവരെ അതെനിക്ക് വർഷം അങ്ങനെ ഓർമ്മയില്ല കേട്ടോ, വർഷം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത്, ജേർണലിസം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ മുസിരിസ് പദ്ധതിയെ സംബന്ധിച്ച് മുസിരിസ് പദ്ധതിയെ കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ അടുത്ത് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചെല്ലുന്നതാണ്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്, അറിയുന്നത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ശൈലി, സംസാര ശൈലി, അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിന്റെ ഒഴുക്ക്, ഈവൻ ഇരിപ്പ്, ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അന്നാണ് എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ ഈവൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഹീസ് എ ഹീറോ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊന്നും ചിലർക്ക് ഇങ്ങനെ ഒരു അസൂയ ഹീസ് എ ഹീറോ എന്നൊക്കെ പറയും. അങ്ങനെ എന്റെ മനസ്സിൽ വീണ്ടും അദ്ദേഹത്തോടൊരു അടുപ്പം അങ്ങനെയായി. പക്ഷെ അത്രയും കണക്ഷൻ പിന്നീട് വന്നില്ലായിരുന്നു. പിന്നെ കണക്ഷൻ വരുന്നത് ഞാൻ ട്രിവാൻഡ്രത്തിന്റെ ജോലി സംബന്ധമായിട്ട് അവിടെ പോയിരുന്ന സമയത്ത്. അപ്പൊ കൊറോണയൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ചില ആവശ്യങ്ങൾ വന്നു, കാരണം ട്രാവൽ ചെയ്യാനും അങ്ങനെ. അപ്പൊ MLA നമുക്ക് കണക്ട് ചെയ്യേണ്ടി വന്നു, കാരണം അതിന്റെ ഓരോ ആവശ്യങ്ങൾക്ക്. അങ്ങനെയാണ് അങ്ങനെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സംബന്ധിച്ചാണ് എനിക്ക് അദ്ദേഹമായിട്ട് കൂടുതൽ ക്ലോസ്, അദ്ദേഹം പേഴ്സണലി ഞങ്ങൾ ക്ലോസ് ആവുന്നത് അപ്പോഴാണ്. അതിനുശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത്. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് സൗഹൃദം, പിന്നെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിമിഷങ്ങളോ? എനിക്കൊന്ന് ഏതോ ബർത്ത്ഡേ എന്തോ ആഘോഷിക്കോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഫാമിലി ആയിട്ട് തന്നെ എന്റെ ഫാദർ ഒക്കെ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം. കോൺഗ്രസ് കുടുംബമാണ്, ഞങ്ങളുടെ ബേസിക്കലി കോൺഗ്രസ് കുടുംബമാണ്. പക്ഷെ എന്റെ ഫാദർ കോൺഗ്രസ് അല്ല, ഇടതുപക്ഷ അനുഭാവിയാണ്. അതാണ് ഈ റൂമേഴ്സ് ഇങ്ങനെ അനാവശ്യമായിട്ട് വന്നത്, ഈ വിഷയങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ഫാമിലി കോൺഗ്രസ് ഫാമിലി, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ എന്റെ ഫാദർ ഇങ്ങനെ മാറി ചിന്തിച്ചപ്പോ അത് വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ അവര് തമ്മിൽ അറിയാം, അതായത് അദ്ദേഹം ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഇദ്ദേഹം രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അറിയാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും. ആ രീതിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെയുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ബർത്ത്ഡേ ആഘോഷം. കാരണം എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ അങ്ങനെ കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്, വരാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ക്ലോസ് ആയത്. അദ്ദേഹത്തിന്റെ നിലപാടുകളെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അയ്യോ, അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് നമുക്ക് പറയാനില്ലല്ലോ. ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി. ഒരു പക്ഷെ എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രോങ് നിലപാടാണ്. അതായത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിൽ നിന്നും മാറ്റാൻ പറ്റില്ല. ഒരു അചഞ്ചലമായി നിൽക്കുന്ന ഒരാളാണ്. ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്, അചഞ്ചലമായ ഭയങ്കര പേഴ്സണാലിറ്റിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ഇത്രയും ആരാധന എന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെ കാണുമ്പോൾ അറിയാം ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ആ പേഴ്സണാലിറ്റിയോടാണ് കൂടുതൽ ഇഷ്ടം. പലരും വിചാരിക്കുന്നു പ്രതിപക്ഷ നേതാവായതുകൊണ്ടായിരിക്കും രാഷ്ട്രീയ, നെവർ. ഞാൻ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ എന്ന VD സതീശനെ അല്ല, VD സതീശൻ എന്ന മനുഷ്യനെയാണ് ഒരുപാട് സ്നേഹിക്കുന്നത്, ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇഷ്ടം. പിന്നെ ഹീസ് എ ജെന്റിൽമാൻ, അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പെർഫെക്റ്റ്. അതായത് നമുക്ക് ഒരു വിധത്തിലും ഒരു നോട്ടം കൊണ്ട് പോലും ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇല്ല അദ്ദേഹം അടുത്തുണ്ടെങ്കിൽ. അത്ര പെർഫെക്റ്റ് ജെന്റിൽമാനാണ്.
ഒരു പുരുഷൻ എന്തായിരിക്കണം എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആണുങ്ങളോടാണ് കേട്ടോ എനിക്ക് റെസ്പെക്ട്. അല്ല, ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് വി.ഡി. സതീശൻ എന്നാണ്. അതെ അതെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നതാണ്. അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ഉണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ. അതായത് ഒരു ഫാദർ പോലെ തന്നെ, നമ്മുടെ സ്വന്തം ഫാദർ, നമ്മുടെ റൂമിൽ നമ്മുടെ ഫാദർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കംഫർട്ടബിൾ ആയി. പക്ഷെ വേറൊരു പുരുഷനാകുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ ഇദ്ദേഹം ആണെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ, സ്വന്തം ഫാദർ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതും. അതൊരു നോട്ടം കൊണ്ട് പോലും ഒരു നമുക്കൊരു ബാഡ് ഫീലിംഗ് അങ്ങനെ തോന്നിപ്പിക്കാത്ത ഒരു മനുഷ്യനാണ്. ഈ രണ്ട് ക്വാളിറ്റീസ് ആണ് എനിക്ക്. പിന്നെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, അടുപ്പമുള്ളവരോടൊക്കെ നല്ല സ്നേഹമുള്ള. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മുഹൂർത്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാനുണ്ടോ? അതായത് എന്തെങ്കിലും നമുക്ക് അത്രയൊരു അവസ്ഥ വന്ന സമയത്ത് ഒരു സഹായിച്ചതോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ബർത്ത്ഡേ ആഘോഷിച്ചത് ഒരു മൊമെന്റ് ആണല്ലോ, അത് പിന്നെ ഓൾറെഡി ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ തിരിശേഷിപ്പായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു മുഹൂർത്തം, മൊമെന്റ് എന്ന് പറയാൻ പറ്റുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സ്നേഹമുള്ള ഒരാളാണ്. ഒത്തിരി മെമ്മറീസ് ഉണ്ട്, പക്ഷെ അത് അങ്ങനെ എടുത്തു പറയാൻ തക്ക രീതിയിൽ. ഈ അടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സംസാരിക്കൽ ഇല്ല കൂടുതലായിട്ട്. ഞാനും അങ്ങനെ അധികം സംസാരിക്കാറില്ല. അതൊരു മാനസികമായിട്ട് എൻ്റെ ഒരു സ്നേഹമാണ്, അല്ലാതെ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു കമ്പനി ഒരു ഇതല്ല അത്. നമുക്ക് മനസ്സിലൊരു ചിലപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്താ ഒരു മുൻജന്മ ബന്ധമെന്നോ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ ഞാൻ. കാരണം എനിക്ക് അത്രയ്ക്കും റെസ്പെക്റ്റ് ആണ് അദ്ദേഹത്തോട്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആകണമെന്ന് ഞാൻ പറയും ഒരു രാഷ്ട്രീയക്കാരൻ. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റാണ് പറഞ്ഞത്, അചഞ്ചലമായിട്ട് നിൽക്കുന്ന ഒരു നിലപാടാണ്. ഇന്ന് വരെ പുള്ളി ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ PV അൻവറിനെ നിലമ്പൂരിൽ മാറ്റി നിർത്തുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടാണെങ്കിലും, അദ്ദേഹം ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഒരടി അങ്ങോട്ടോ പിന്നോട്ടോ പോവുകയല്ല. അതൊരു നിലപാടിന്റെ കാര്യത്തിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ചിലർക്ക് ഇങ്ങനെ പറയും ഭയങ്കര ധാർഷ്ട്യമാണോ അഹങ്കാരമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പേഴ്സണാലിറ്റി ഉള്ളവരെയാണ് ആളുകൾ പൊതുവെ ധാർഷ്ട്യമാണ് അഹങ്കാരമാണെന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഉള്ളവരെ തെറ്റിദ്ധരിക്കും. ശരിക്കും യഥാർത്ഥത്തിൽ അഹങ്കാരി വിനയം അഭിനയിക്കും, അതാണ് യഥാർത്ഥം. പക്ഷെ അത് ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലെ ഒരു ഇരിപ്പിലെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു അതാ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്, ബോൾഡ് പേഴ്സണാലിറ്റിയാണ്. അല്ല, സ്വാഭാവികമായിട്ടും നിലപാടിൻ്റെ കാര്യം പറയുമ്പോൾ അറിയേണ്ട ഒരു അറിഞ്ഞിരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതെന്താണെങ്കിലും വലിയ രീതിയിൽ അത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയമായിരിക്കുമല്ലോ അതെന്താണെങ്കിലും. അപ്പോൾ അത് വിളിച്ച് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ സംസാരിച്ചിരുന്നു അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. കാരണം ഈ വിഷയം ഞാൻ അങ്ങനെ വലിയ മാനസികമായിട്ട് എടുത്തിട്ടുള്ള ഒരാളുമല്ല. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ മാനസികമായിട്ട് തകർന്നു എന്നൊക്കെ പറയുന്ന മാതിരി ഇത് എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ അതിനെ ഒരു നോ കെയർ ആറ്റിറ്റ്യൂഡ് അല്ല, ഹൂ കെയേഴ്സ്, അത് തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ആ കാര്യത്തിൽ. അതിലൂടെയാണ് മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നതും അല്ലേ? അല്ല സീരിയസ് ആയിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് എങ്ങനെയാണ് ഒരു 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 ബന്ധത്തിലേക്ക് വരുന്നത്? അല്ല, ഞാൻ അങ്ങനെ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ അല്ല, ഇപ്പൊ അതിനിപ്പം പേരെടുത്ത് പറയാതെ തന്നെ ജനങ്ങൾ അത് ഏകദേശം ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോ പേരെടുത്ത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ അറിയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഞാനൊരു യുവ നേതാവിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലെ വിറ്റതല്ലായിരുന്നു. യുവ നേതാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അടുത്ത പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഹൂ കേഴ്സ് എന്നാ. അപ്പൊ പിന്നെ വേറെ ആരാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ അല്ല അതിനകത്ത് പറഞ്ഞത്. ഞാൻ കൗമുദി ഇന്റർവ്യൂലാണ് ഫസ്റ്റ് പറയുന്നത്. അതെ, കൗമുദിയുടെ ഇന്റർവ്യൂലാണ് ചർച്ചയായി. അതാണ് ചർച്ചയായത്. അല്ല, അതിനുശേഷമാണ് വലിയ രീതി ചർച്ചയാകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ രാജൻ ജോസഫ് ആണ് അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട്. അതെങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? രാജൻ ജോസഫ് ഒക്കെ ആദ്യം പറഞ്ഞ കാര്യമാണ് അത്. അതിന് മുമ്പൊക്കെ എന്തൊക്കെയോ സംബന്ധിച്ച് ഇതിനകത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഈ ഒരു ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റായി, വൈറലായതാണ്. അതിനുശേഷം മെയിൻ മാധ്യമങ്ങളൊക്കെ വന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ അതിനകത്ത് പറഞ്ഞത്
പലരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെന്നുള്ളത്. സ്ത്രീ വിഷയങ്ങളിൽ അത് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ആളുകൾ ഓക്കെ ആ ആറ്റിറ്റ്യൂഡ് ആണ്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാനത് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല അത് ഉദ്ദേശിച്ചത്. പക്ഷെ അതങ്ങനെ ഇതായി ഒരു തീയായി മാറി. അത് പടർന്നു പന്തലിച്ചു. പറയുമ്പോ അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കല്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫേമസ് ആയ ഒരു വ്യക്തി ഒന്നും അല്ല. എന്റെ ഇന്റർവ്യൂ ആരെങ്കിലും കാണും. അതിന്റെ ഹൂ കേസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു. അതിലിങ്ങനെ ഹൂ കേസ് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഹൂ കേഴ്സ്. അത് ആ വ്യക്തി എന്നുള്ളത് മാത്രമല്ല പലരുടെയും ആറ്റിറ്റ്യൂഡ്. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഈ പലരുടെയും എന്ന് പറയുമ്പോൾ അങ്ങനെ മറ്റാരുടെയെങ്കിലും ഭാഗത്ത് അത്തരത്തിലൊരു ദുരനുഭവം? അല്ല, അങ്ങനെ ദുരനുഭവത്തിന്റെ അല്ല. നമ്മൾ സ്ത്രീകൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഈവൻ സൈബർ അറ്റാക്കിലൊക്കെ ആരും കെയർ ചെയ്യുന്നില്ലെന്നേ. അപ്പോഴേക്കും നമ്മൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഫെമിനിച്ച് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ മൊത്തമായിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ അങ്ങനെ വ്യാഖ്യാനങ്ങളായി കാര്യങ്ങളായി അങ്ങനെ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അതിനുശേഷം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ദിവസം എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല, ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് ഇങ്ങനെ ലൈവ്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്താണ്. ഒരു 5 മണി 6 മണിയായപ്പം ഒരു പ്രമുഖ യുവ നേതാവിനെതിരെ എല്ലാ മാധ്യമങ്ങളിലും, അതായത് മനോരമ, മാതൃഭൂമി എന്ന് വേണ്ട, റിപ്പോർട്ടർ, 24 എന്നിവിടെ ഇപ്പോൾ 10 ചാനലുണ്ട്. ആ 10 ചാനലിലും മുഖം നിൽക്കുന്ന റിനി ആൻഡ് ജോർജ് തത്സമയം. അതാണ് ഞാൻ കാണുന്നത്, ഫസ്റ്റ് കാണുന്നത് അങ്ങനെയാണ് ഇത് വലിയ രീതി. അതിനുശേഷം അന്ത്യചർച്ചയിലും റിനി വന്നു. ഹൂ കേസ് അപ്പം ചോദിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അരുൺകുമാർ സാറാണെന്ന് തോന്നുന്നു, റിപ്പോർട്ടറല്ലേ, ചോദിക്കുന്നുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അല്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഹൂ കേസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഏകദേശം പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഏകദേശം ആരാണ് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു മൊത്തത്തിൽ മാധ്യമങ്ങളെ എല്ലാവരും വിളിച്ചത് പറയാം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക്? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അതായത് ഈ കൗമുദി ഇന്റർവ്യൂ അത് സ്പ്രെഡ് ആയി പോയി, അത് ഭയങ്കര ഇതായി. അപ്പൊ അല്ല, അതിന് എനിക്ക് തോന്നുന്നു അതിന് ഒരു 1 വീക്കിന് ശേഷമല്ലേ ഈ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് അത് അന്ന് തന്നെ അത് സ്പ്രെഡ് ആയി. അന്നത്തെ ദിവസം തന്നെ ഇത് പറയുവാണല്ലേ? അപ്പൊ അവര് വിളിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നാ ഞാൻ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു ഇത്രയും ഇതായില്ലേ, ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ബൈറ്റ് തന്നാ. ഞാൻ പറഞ്ഞു എന്ത്, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള വിഷയങ്ങള് ഞാൻ പറഞ്ഞു ഞാനതൊരു ഇന്റർവ്യൂ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ പത്രസമ്മേളനം വിളിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയത്തില്ല. അതെന്താണ് അന്ന് സത്യത്തിൽ സംഭവിച്ചത്? ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? കൗമുദിയിൽ പോയി സംസാരിച്ച് പിറ്റേ ദിവസം അത് അപ്ലോഡ് ആവുന്നു. അത് ഒരു 2-3 ദിവസം കഴിഞ്ഞ, കുറച്ച് ദിവസം കഴിഞ്ഞ അത് അപ്ലോഡ് ആവുന്നത്. നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞ കൗമുദിയിൽ ഇത് പറയണമെന്ന് തോന്നാനുണ്ടായ ഒരു ചേതോ വികാരം എന്താ? അതില് സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ, അതായത് ഞാൻ ഈ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചു, സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ആങ്കർ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആര് തിരിച്ചു, കാരണം ഞാൻ എന്റെ ഒരു സിനിമയെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒത്തിരി വേറെ മാറ്റേഴ്സും കൂടി ഒന്ന് എടുത്ത് സംസാരിക്കാൻ വെച്ചു, കാരണം ഒരു ഇന്റർവ്യൂ ലോങ് ആക്കാൻ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞതാണ്, ഇങ്ങനെ പല വിഷമങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. അപ്പൊ അത് പിന്നെ അങ്ങ് കൊളുത്തി അത് വൈറലായി. അപ്പൊ ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അവരെന്നെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഒന്നും പറയാനില്ല. ഒരു അങ്ങനെയല്ല, അവർ വീട്ടിലേക്ക് അവർ വന്നതാ. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ജസ്റ്റ്, അപ്പൊ കൗമുദി പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഞങ്ങൾ മൈക്ക് പിടിക്കും, ജസ്റ്റ് അത് മാത്രം റിപ്പീറ്റ് ചെയ്തത്. അവസാനം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പൊ അവരിങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോഴും ഞാൻ പേരൊന്നും പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറായില്ല, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരാളെ അക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറഞ്ഞല്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അബദ്ധത്തിലൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുമല്ലോ. പക്ഷേ അത് ഹൂ കേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു അമ്പ് തന്നെയായിരുന്നു, അല്ലേ? അങ്ങനെ പറഞ്ഞതല്ല, അതങ്ങനെ വ്യാഖ്യാനിച്ചതാണോ? എനിക്ക് അത് പല വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും. പക്ഷെ അതിലൊരു അത് തീർച്ചയായിട്ടും ഹൂ കേഴ്സ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പാണ്, അതിന് ഒരു 3 ദിവസം മുമ്പാന്ന് തോന്നുന്നു, ഈ ആദ്യത്തെ അതിജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ മാധ്യമത്തിൽ, അതായത് കാറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ചോദിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൂ കേസ്, ഇതൊക്കെ ആരാണ് ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത്, ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ ആരെക്കുറിച്ചൊക്കെ പറയുന്നു എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വാക്കുകളാണ്, കണ്ടെത്തിയത് ആ വ്യക്തിയൊന്നുമല്ല. അതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ
സമൂഹത്തിലൂടെയാണ് ഇത് വൈറലാകുന്നത് ആദ്യം, അങ്ങനെ അതിനുശേഷമാണ് അങ്ങനെ പറഞ്ഞൊന്നുമല്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല, അത് അങ്ങനെ കത്തിപ്പടർന്നു. പിന്നെ അതിനുശേഷം ഓഡിയോസ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നീട് എനിക്ക് തോന്നി അതിജീവിതമാർക്ക് വേണ്ടി സംസാരിക്കുന്നത് അങ്ങനെ നിൽക്കണം എന്ന് തോന്നി. എന്തായാലും ഞാനിങ്ങനെ ഒരു നിമിത്തമായി, അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനു മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അതിജീവിതയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നോ? സത്യസന്ധമായിട്ട് പറയൂ, അറിഞ്ഞിരുന്നു? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ അതിജീവിതമായിട്ട് അത്യാവശ്യം പേഴ്സണൽ കണക്ഷൻസ് ഉണ്ട്. എനിക്ക് ആരുമായിട്ട് ഒരു കണക്ഷനില്ല. ആ ഒരു കണക്ഷനോ അങ്ങനെ ഒന്നും വെച്ചിട്ടൊന്നും അല്ല സംസാരിച്ചത്. ഞാൻ എന്റെ അനുഭവം എന്നോട് ആങ്കർ ചോദിച്ചപ്പോ, ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചല്ലോ വി ഡി സതീശനെ എപ്പൊ കണ്ടു, എങ്ങനെ കണ്ടു, അപ്പൊ ഞാനൊരു ഉത്തരം പറഞ്ഞില്ല. അതുപോലെ പറഞ്ഞൊരു കാര്യമുള്ളൂ. അതങ്ങനെ ആ രീതിയിൽ അങ്ങ് കത്തിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ കത്തിപ്പോയി ഇപ്പൊ ആളിപ്പോ അകത്താണ്. ആ കണ്ടീഷൻ വരെ ആയിട്ടുണ്ട് ഇപ്പൊ നിലവില്. അപ്പോൾ അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിലവിൽ മൂന്നാമത്തെ കേസിൽ ഇപ്പോൾ ഒരു ട്രോള് കണ്ടു, ശിവൻകുട്ടി സാർ ഇട്ടിരിക്കുന്ന ട്രോള് കണ്ടു. പോലീസ് വന്ന് ചോദിച്ചപ്പോൾ ഏത് കേസാണെന്ന് ചോദിച്ചത്. കേസുകൾ ഒത്തിരി ആയി എന്നുള്ള രീതിയിലാണത് കളിയാക്കപ്പെടുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ്? അല്ല, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഒത്തിരി ഇന്റർവ്യൂസിൽ ഈ വിഷയം പറഞ്ഞതാണ്. അപ്പൊ ഈ വ്യക്തി തന്നെയാണോ അങ്ങനെയാണോ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനായി, അതൊക്കെ അങ്ങനെ ഞാനൊരു നിമിത്തമായത് അങ്ങനെ സംഭവിച്ചു. നമ്മളിപ്പോ സ്ട്രോങ്ലി ശരിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് വിചാരിക്കും. അല്ല, ഒരു ഒറ്റ ചോദ്യത്തിന് കൃത്യമായിട്ട് ഒരു ആൻസർ പറയാൻ പറ്റും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള രീതിയിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞു, ആരുടെയും പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കുക, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഇത് എന്റെ ഒരു പേഴ്സണൽ വിഷയം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നില്ല. എത്രയോ സ്ത്രീകളാണ് പരാതിയായിട്ട് വരുന്നത്. അല്ല, ഏത് വിഷയത്തിലാണെങ്കിലും ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്റെ നീതിന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഏത് വ്യക്തിയിൽ നിന്നാണോ എനിക്ക് മോശം അനുഭവം ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ആ ട്രാപ്പിൽ വീണ ഒരാളല്ല. ഐ ഡോണ്ട് കെയർ. അങ്ങനെ വീണു ട്രാപ്പിൽ പോയിരുന്നെങ്കിൽ മാത്രമല്ലേ ഞാൻ എന്റെ നീതിക്ക് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ആ ട്രാപ്പിൽ വീണില്ല, എനിക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീണുപോയ പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള അതിജീവിതകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി നിൽക്കുന്നു, അതുള്ളൂ. അത് എന്റെ പേഴ്സണൽ വിഷയമോ എന്റെ പേഴ്സണൽ റിവെഞ്ചോ എന്റെ പേഴ്സണൽ ജസ്റ്റിസോ ഒന്നും എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് അതൊന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പേരെടുത്ത് പറയാത്തതും പേഴ്സണലി അത് സംസാരിക്കാത്തതും. എനിക്ക് അതിനകത്തൊരു പേഴ്സണൽ ഒന്നുമില്ല. ഇല്ല, പേഴ്സണൽ വെഞ്ചൻസ് ഇല്ല, പേഴ്സണൽ ലവ് ഇല്ല, പേഴ്സണൽ റിഗ്രറ്റ് ഇല്ല, നത്തിങ്. എനിക്ക് പേഴ്സണൽ ജസ്റ്റിസും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പല സമൂഹ മാധ്യമങ്ങളിലും ഇങ്ങനെ ഓടി നടക്കുന്നൊരു ന്യൂസാണ്. അതിജീവിതമാരെല്ലാവരും കൂടി ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്ലാനിങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഉള്ള രീതിയിലൊരു അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് റിനിയാണെന്ന് പോലും പലരും കമൻ്റ് ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ, ഇത് വിഷയം വന്നപ്പോ തുടങ്ങി തന്നെ എന്തുമാത്രം റൂമേഴ്സ് ആണ് ഈ വിഷയത്തിൽ വരുന്നത്. എന്നെ കുറിച്ച് എന്തെല്ലാം വളരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക്. പിന്നെ ഞാൻ CPM-ന്റെ ഏജന്റ് ആണ്, ഞാൻ ഗൂഢാലോചന നടത്തി, അങ്ങനെ എത്ര കഥകളാണ് വരുന്നത്. എനിക്ക് അങ്ങനെ എല്ലാ വിഷയത്തിലും ഹൂ കെയേഴ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഈ ഏത് കാര്യത്തിനെയും അനാവശ്യമായി ചിന്തിച്ച് അനാവശ്യമായി അനലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് മലയാളി. അതിനെ പ്ലെയിൻ ആയിട്ട് കാണുന്നില്ല. വെറുതെ ആവശ്യമില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരാൾക്കൊരു വിഷമം ഉണ്ടായി അത് പറയാൻ പറ്റില്ല, അപ്പോഴേക്കും അത് ഗൂഢാലോചനയായി. ഗൂഢാലോചന മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെല്ലാം കഥകളാണ് ഇത് കേൾക്കാത്ത ഒരുപാട് കഥകളുണ്ട്. ഇനി പാർട്ടിയിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഞാൻ ചേർന്ന് ഗൂഢാലോചന നടത്തി തുടങ്ങി, CPM തുടങ്ങി, അങ്ങനെ വരാത്ത ഒരു കഥയില്ല. ഈ കഥകളെ കുറിച്ചൊക്കെ ഞാൻ എന്താ പറയാ. അല്ല, എങ്കിലും സ്വാഭാവികമായിട്ടും എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല. എനിക്കെങ്ങനെ അറിയുന്നതിനെ കുറിച്ച് അല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിജീവിതം ഞാൻ ഒന്നാമത് അതിജീവിതല്ല. അല്ല വാക്കിനോട് എനിക്ക് വിയോജിപ്പുള്ള ആളാ.
അതിജീവിത എന്ന് പറയുന്ന വാക്കിനോട് എനിക്ക് വിയോജിപ്പുള്ള ആളാണ്. അങ്ങനെ ഒരു വാക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന അല്ല, ഞാൻ അതിജീവിതല്ല. പിന്നെ അതിജീവിതകളുടെ ഗ്രൂപ്പിൽ ഞാൻ എങ്ങനെ ഉണ്ടാവുന്നത്? അതിജീവിതകൾക്ക് ഗ്രൂപ്പ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും? ഞാൻ അതിജീവിത ഇല്ലല്ലോ. അല്ലല്ലോ, ഞാൻ ചോദിക്കുകയാണ്. അല്ല, ക്ലിയർ ആൻഡ് കട്ടായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പും ഇല്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ എന്തായാലും എനിക്ക് എങ്ങനെ അറിയാം? ഇതൊക്കെ റൂമർ അല്ലേ? ഇതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യം റൂമർ മാത്രമേ ഉള്ളൂ, മറുപടി പറയേണ്ട കാര്യമില്ല. നോ കമന്റ് ആണ് അതിനകത്ത്. അത് അത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അറിവില്ല. ഞാൻ എങ്ങനെ അറിയുന്നത്? ഞാൻ അതിജീവിത അല്ലല്ലോ. അല്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു മൂന്നാമതൊരു പരാതി വന്നിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ആളകത്തായിരിക്കുന്നത്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണോ? അതിനെന്ത് നോക്കി കാണാനാ? അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരുടെ കർമ്മഫലം അങ്ങനെ വരുന്നതായിരിക്കാം. എനിക്കറിയില്ല, അവർ ചെയ്ത കർമ്മത്തിന്റെ ആയിരിക്കാം. നമുക്ക് നമ്മൾ അറിയുന്നത് ഒരുപാട് സ്ത്രീകളുടെ വിഷയങ്ങൾ, അതിജീവിതമുള്ള വിഷയങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരും ചോദിക്കുന്നത് സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുന്നവരാണ്. എനിക്ക് പ്രത്യേകിച്ച് എന്ത് സന്തോഷം? എനിക്ക് സന്തോഷമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതുപോലെ തന്നെ വരും. ഇപ്പൊ താങ്കൾ ഒരു മോശം കർമ്മം ചെയ്താൽ അവൻ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെ സംബന്ധിച്ച്. എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരു ഫീലിംഗും ഇല്ല ഈ വിഷയത്തിൽ. സത്യം പറഞ്ഞ ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ആ വ്യക്തിക്ക് ശ്രദ്ധിക്കാമായിരുന്നു ലൈഫിൽ എന്നുള്ളത്. പിന്നെ ജാഗ്രത കാണിക്കണം. കാരണം ഇത്രയും വലിയ ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിലാണെങ്കിൽ പോലും ഇത് ഇത്ര ചർച്ചയാകില്ല. നമുക്കറിയാം വിജയ് ബാബുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. എന്തായി അത് ഒരു ഇതായിട്ട് ജനങ്ങളതിനെ തള്ളിക്കളഞ്ഞു. ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ട്, കാര്യങ്ങളുണ്ട് എന്നുള്ള അറിയാം. പക്ഷേ അതൊരു എൻ്റർടൈൻമെൻറ്റ് മേഖലയായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്നത് MLA എന്ന് പറയുന്ന ആ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ഒരു ജാഗ്രത കാണിക്കണമായിരുന്നു. തീർച്ചയായിട്ടും പുരുഷന്മാര് തന്നെ ഈ വിഷയത്തിൽ കുറച്ച് ജാഗ്രത കാണിക്കണം. അതിൽ കൂടുതൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ. അതിലൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. ഇനിയും അതിജീവിതമാരുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടോ? എനിക്ക് അങ്ങനെ അറിവില്ല. പക്ഷെ അതാണ് ആളുകൾ അങ്ങനെ ചിലപ്പോ എന്നെ കുറിച്ചാണ്. കാരണം എനിക്ക് അതിനൊരു കൃത്യമായിട്ടൊരു ഇത് കൊടുക്കാം എന്നുള്ളതാണ്. അതായത് ജനങ്ങളൊക്കെ അടിയിലിടുന്ന കമന്റുകൾ വായിക്കാറുണ്ടായിരിക്കുമല്ലോ. ഇതൊക്കെ റിനിയിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, റിനിയാണ് ഇതിൻ്റെയൊക്കെ ആസൂത്രണത്തിന്റെ അങ്ങേ തലപ്പത്തിരിക്കുന്ന ആളെന്നൊക്കെ രീതിയിലാണ് കമന്റുകൾ വരുന്നത്. കമന്റുകൾ വായിക്കാറുണ്ടോ? കമന്റുകൾ വായിക്കാറുണ്ട്. ഒത്തിരി വായിക്കാതിരിക്കുന്നത് നല്ലത് അല്ലേ? എന്തായാലും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്ത് പറയാണോ അങ്ങനെ എനിക്ക് ചില സമയങ്ങളിൽ ചിലത് സംഭവിക്കുമെന്ന് തോന്നും. അതങ്ങനെ തന്നെ സംഭവിക്കും. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ എപ്പോഴും എന്ത് കാര്യത്തിലും ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ ആയാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ അല്ല, അങ്ങനെയല്ല. ചില സമയത്ത് അങ്ങനെ തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നു എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് എക്സ്പോസ് ചെയ്യും എന്ന് പറയുന്നത് അതാണ്. എക്സ്പോസ് ചെയ്യപ്പെടും ഉണ്ടാവാം. ചില കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത് അത് സത്യമായി ഭവിക്കുന്നതാണ്. അല്ലാതെ അതായത് ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിൽ ഒരു എക്സ്പോസിങ് ഉണ്ടാവാം, ഒരു പക്ഷെ ഉണ്ടാകാം തന്നെയാണ്. അത് നമ്മൾ പ്ലാൻ ചെയ്ത് പറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അതാ ഞാൻ പറഞ്ഞ എല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാം. ഞാൻ അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനു മുമ്പൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു എക്സ്പോസ് ചെയ്യപ്പെടും, അതിനുശേഷമാണ് ഈ പരാതി വരുന്നത്. അപ്പൊ ഇതെന്തോ പ്ലാനിങ് ആണെന്ന് തോന്നുന്ന വിധത്തിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നതാണ് അത്. എൻ്റെ എനിക്കൊരു ഫ്യൂച്ചർ ഇങ്ങനെ സംഭവിക്കാമെന്ന് തോന്നുന്നതാണ്. ഞാൻ അതാണ് പറയുന്നത്. എൻ്റെ വാക്ക് അത് സത്യമാവുന്നതാണ്. മനസ്സിലായില്ല? ചിലരുടെ വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് സത്യമാവും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് പൊതുവെ സത്യമാവാറുണ്ട്. അപ്പോൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കണ്ടതിന്റെ അപ്പുറം എക്സ്പോസ്ഡ് ആവാൻ പോകുന്നു എന്നാണ്. ഇല്ല, അത് നമ്മളറിയാതെ പറയുന്നത് സംഭവിക്കുന്നത്. ഇതിപ്പോ അറിയാതെ പറഞ്ഞു. അപ്പൊ ഈ അറിയാതെ പറഞ്ഞൊക്കെയാണ് പിന്നീട് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ഇതുപോലെ തന്നെ വേറൊരു ചാനലിൽ വന്ന് പറഞ്ഞു എക്സ്പോസ്ഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വലിയ രീതി എക്സ്പോസ്ഡ് ആയി പുള്ളി അകത്തായി. ഇപ്പൊ അഴി എണ്ണിക്കൊണ്ടിരിക്കും, 1 2 3 4 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിംഗ് എന്നാണല്ലേ കാണുന്നത്? അല്ലല്ല, ഞാൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞില്ല. താങ്കളല്ല, ആളുകള്, ജനങ്ങൾ അങ്ങനെ പറഞ്ഞു. ജനങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ജീവിക്കാൻ പോയാൽ ഈ കാലത്ത് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. അല്ല, അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തെന്ന് കരുതി ആളുകൾ വരൂ? അങ്ങനെയാണോ? അങ്ങനെ ഒരാൾ പ്ലാൻ ചെയ്തല്ലോ ആൾക്കാർ. അതും ഒരു സ്ത്രീക്ക് അങ്ങനെ പറയുന്നവരുണ്ട് ഈ ഇപ്പൊ കാലഘട്ടത്തിലുണ്ട്. അതായത് ഫെയിമിന് വേണ്ടിയും അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയൊക്കെ ഒരു പുരുഷനെ ഇരയാക്കി പണം അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ജനറലൈസ് ചെയ്യരുത്.
ജെന്യുവിനായിട്ട് പറയുന്നവർ ജെന്യുവിനായിട്ട് ഒന്ന് കാണും. ആലോചിച്ച് നോക്കി, ഇതെന്ന് പറഞ്ഞൊരു വലിയൊരു രാഷ്ട്രീയക്കാരനാണ്. ഇത് നമ്മള് ഈ ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് മുട്ടുമ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. അപ്പൊ കുറച്ച് പണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കും? ആ ഒരു അവസ്ഥയാണ്, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എനിക്കൊരു 10 പൈസയുടെ ഉപകാരം ഇല്ല. ഞാൻ അറിയാതെ പറഞ്ഞു ഒരു സാധനം കത്തിപ്പിടിച്ചു പോയി. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറിയില്ല എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ അയ്യോ ഞാൻ അതൊന്നും അല്ലായിരുന്നു ഉദ്ദേശിച്ചത്, അതൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടായിരുന്നു. പക്ഷെ എനിക്കതില് വൈ ഷുഡ് ഐ ഫിയർ എന്നൊരു തോന്നൽ വന്നു, അത്രേ ഉള്ളൂ. ഇതുവരെ ആ ഫിയറിൽ നിന്ന് മാറിയിട്ടുമില്ല. കൃത്യമായിട്ട് ഫിയർ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതെ, ഞാൻ അതിനകത്ത് എനിക്ക് എൻ്റെ സത്യങ്ങൾ, എൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മാറേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വി ഡി സാറ് പറഞ്ഞതുപോലെ അറബിക്കടൽ അരച്ചു വന്നാലും എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് പറയുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എൻ്റെ. വി ഡി സാറാണ് അപ്പോൾ റോൾ മോഡൽ. എൻ്റെ റോൾ മോഡൽ അദ്ദേഹമാണ്. അദ്ദേഹം അല്ല, അതിൻ്റെ അപ്പോൾ ഒരു നമ്മൾ കൂട്ടുവായിക്കേണ്ട ഒരു കാര്യമുണ്ട്. വി ഡി സാറിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്നു ഷാഫി പറമ്പിലും ഇപ്പോൾ പ്രതിയായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും. അപ്പോൾ അതിൻ്റെ അകത്തൊരു പിഴവ് പറ്റിയതുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓൺ സ്പോട്ട് മാറ്റി നിർത്തിക്കോ എന്നുള്ളൊരു നിലപാട് വി ഡി എടുത്തത്? എന്തൊക്കെ ഇതെല്ലാം വെറും റൂമേഴ്സാണ് അല്ലേ? അല്ല, ഇതിനകത്തൊക്കെ എന്താ സത്യമുള്ളത്? അല്ല, വി ഡി സാറിന്റെ ഏറ്റവും അടുത്ത 2 പേര് അനുയായികളായിരുന്നു ഷാഫി പറമ്പിലും. ഇവര് 3 പേരായിരുന്നു. അവസാനമൊക്കെ സമയമായപ്പം ഇവർ 3 പേരുടെയും കയ്യിലായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറയാൻ അവകാശപ്പെടുന്നവരുണ്ട്. എനിക്കത് വ്യക്തപരമായിട്ട് എനിക്കറിയാം. പലരും, അതായത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കോൺഗ്രസുമായിട്ട് നല്ല രീതിയിൽ കണക്ഷനുള്ള ആളാണ് ഞാൻ. അപ്പം അതായത് ഒരു സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിനെതിരെ ചെറിയൊരു പണി വരുന്നുണ്ടവറാച്ച എന്നുള്ള രീതിയിലൊരു റെഡ് സിഗ്നൽ കിട്ടിയപ്പോൾ നൈസായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമേ തഴഞ്ഞു. വി ഡി സാർ അതിൽ കൃത്യമായിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ അധാർമികത കാണിച്ചു. അതായത് നമുക്ക് എല്ലാവരും സ്കൂട്ടം ചെയ്ത ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇയാൾ ഇന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അല്ല, ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കൂട്ടായ നേതൃത്വം എടുത്തതാണ് തീരുമാനം. അതിനു മുമ്പേ വി ഡി സാറ് ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുമ്പോ ഞാൻ അറിയാം. അങ്ങനെ അതിന് മുമ്പേ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാകുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഈ വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ നിലപാട് എടുത്തവരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് മാത്രം. അല്ലാതെ അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു, നേതൃത്വത്തിന്റെ മൊത്തമായ തീരുമാനമായിരുന്നു. അല്ലാതെ ആരുടെയെങ്കിലും പേഴ്സണൽ തീരുമാനമൊന്നും ആയിരുന്നില്ല. വിവാദങ്ങൾ വന്നപ്പോൾ എടുത്ത തീരുമാനം. പക്ഷെ അതിനു മുമ്പ് എന്തായിരുന്നു എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയം പറഞ്ഞു, അതിങ്ങനെ കത്തിപ്പടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. രാഷ്ട്രീയം ഞാൻ അങ്ങനെ അത്ര കൂലങ്കഷമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളും അല്ല. രാഷ്ട്രീയം അറിയാമെങ്കിലും അങ്ങനെ ഇന്നർ പൊളിറ്റിക്സിലൊന്നും നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഇപ്പോൾ പലരും തമാശക്കാണെങ്കിലും എഴുതിയിടുന്നുണ്ട്, പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ റിനിയാൻ ജോർജ് വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേൾക്കാൻ രസമുണ്ട്, പക്ഷെ സംഭവിക്കില്ല മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചോദിക്കുന്നു. റിനിയാൻ ജോർജ് എന്ന് പറയുന്നത്, കാരണം ഇത്രത്തോളം നിലപാടെടുത്ത അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മോശം ഒരു സ്വഭാവത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ, നിലപാടുള്ളൊരു സ്ത്രീ എന്ന രീതിയിൽ റിനീനെ പരിഗണിച്ചാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തേക്ക് പരിഗണിച്ചാലോ കോൺഗ്രസ് വിളിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? എന്ത് പറയും? അത് അപ്പൊ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ വിളിച്ചാലല്ലേ നമ്മൾ വെറുതെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരം പറയൂ. എന്തായിരിക്കും നിലപാട് ആ സമയത്ത്? എന്ത് പറയും? എനിക്ക് ആക്ച്വലി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. വളരെ ആത്മാർത്ഥത ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നെപ്പോലൊരു വ്യക്തി ഈ സമൂഹം അംഗീകരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ബോൾഡ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ ഒന്നും അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ല. അതുകൊണ്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ആത്മാർത്ഥയോടെ നിൽക്കും. എന്തായാലും ഞാൻ ജനങ്ങളെ വഞ്ചിക്കില്ല. ജനപ്രതിനിധി ആയതിനു ശേഷം വഞ്ചിക്കില്ല.